ഹായ് ആൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ടൈറ്റിൽഡ് ദ ഹെവൻലി ക്രിസ്മസ് ട്രീ റിട്ടൺ ബൈ ഫൈദോർ ദസ്തേവസ്കി. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ 1821 to 1881. ഹി ഈസ് എ റഷ്യൻ നോവലിസ്റ്റ്, ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കുകൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട്, ദ ഇഡിയറ്റ്. ഇനി നമ്മുടെ ഷോർട്ട് സ്റ്റോറി നോക്കാം. ദ ഹെവൻലി ക്രിസ്മസ് ട്രീ, റിട്ടൺ ഇൻ ദ ഇയർ 1876. So, the summary of the story. The narrator says he may have invented the story, but feels it could have really happened in a large city during a freezy Christmas Eve. ഒരു ക്രിസ്മസ് ഈവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡേയിൽ നടക്കുന്ന ഒരു പുവർ ലിറ്റിൽ ബോയുടെ ഒരു സ്റ്റോറിയാണ്. എ വെരി പുവർ ലിറ്റിൽ ബോയ് അബൌട്ട് 6 years old wake up in a cold dark cellar with a sick mother. അപ്പോൾ ഒരു 6 വയസ്സായ ഒരു കുഞ്ഞുകുട്ടി വളരെ പാവപ്പെട്ട, വളരെ കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അത് ആ കൊച്ചിൻ്റെ അമ്മയോ ഒരു സിക്കായിട്ടൊരു മദറും കൂടിയാണ് ഉള്ളത്. The boy is hungry, cold and lonely. His mother lies motionless on the bed and he later realizes she is dead. അപ്പോൾ ഹംഗ്രി, പോവർട്ടി, കഴിക്കാനോ നല്ലൊരു വസ്ത്രമോ ഒന്നും തന്നെ ഇല്ല. വളരെ കോൾഡ്, ലോൺലിയാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. പക്ഷെ എന്താണ്, അമ്മ ബെഡിൽ മോഷൻലെസ് ആയിട്ട് കിടക്കുവാണ്, തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. ഈ 6 വയസ്സായ കുട്ടിക്ക് അത് ആദ്യം മനസ്സിലാകുന്നില്ല, അമ്മ മരിച്ചു. ബട്ട് ലേറ്റർ ഹി റിയലൈസസ് ഷീ ഈസ് ഡെഡ്. അപ്പം ആ ഒരു സെല്ലറിൽ ബാക്കിയുള്ള ആൾക്കാരും വളരെ ഹെൽപ്ലെസ് ആണ്. അവരാരും ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടേക്ക് കെയർ ചെയ്യാനോ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ദ ലിറ്റിൽ ബോയ് മൂവ് ടു എ സ്നോയി സ്ട്രീറ്റ്. സിറ്റിയിലേക്ക് പോകാനായിട്ട് ഈ കുഞ്ഞു തീരുമാനിക്കുകയാണ്. ദ സിറ്റി അമൈസസ് ഹിം. വളരെ അമേസിങ് ഫീച്ചേഴ്സാണ് സിറ്റിയിലുള്ളത്, റൈറ്റ്? ബ്രൈറ്റ് ലൈറ്റ്, ക്രൗഡ്, ഹോഴ്സസ്, ഡെക്കറേറ്റഡ് ക്രിസ്മസ് ട്രീസ് ആൻഡ് റിച്ച് പീപ്പിൾ സെലിബ്രേറ്റിംഗ് ഹാപ്പിലി. അപ്പോൾ ഒരു ക്രിസ്മസ് ഈവ് ആണല്ലോ, അപ്പോൾ എല്ലാം സെലിബ്രേഷൻ മൂഡാണ് അവിടെ സിറ്റി മൊത്തത്തിലുണ്ടായിരുന്നത്. നല്ല നല്ല ലൈറ്റ്സ്, ഹോസുകൾ, ഡെക്കറേറ്റഡ് ക്രിസ്മസ് ട്രീ, വളരെ ക്രൗഡഡ് ആണ് റോഡ് ഫുള്ള്. സോ ത്രൂ ഷോപ്പ് വിൻഡോ ഹി സീസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ക്രിസ്മസ് ട്രീസ്, ടോയ്സ് ആൻഡ് ഡോൾസ്, കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ് ആൻഡ് വെൽ ഡ്രസ്ഡ് ചിൽഡ്രൻ എൻജോയിങ് ക്രിസ്മസ് ട്രീ. അങ്ങനെ ആ ഒരു സിറ്റി റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ജനാലയ്ക്കുള്ളിലൂടെ ഒരു ഷോപ്പിലെ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് വളരെ അന്താളിച്ച് നിൽക്കുകയാണ് ആ കുട്ടി. So the contrast between rich people's happiness and boys' suffering become very clear. പൈസയുള്ളവർ എന്ത് ചെയ്യുന്നു, വളരെ ലക്ഷൂറിയസ് ആയിട്ട്, വളരെ ഗ്രാൻഡ് ആയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൽ നോക്കുമ്പോൾ ഈ കുഞ്ഞു കുട്ടിക്കോ കഴിക്കാൻ ഭക്ഷണമില്ല, നല്ലൊരു വസ്ത്രമില്ല, ഒന്നുമില്ല. ആകെ ഫ്രൈറ്റൻഡ് ആൻഡ് സ്റ്റാർവിംഗ് ആണ് ഈ കുട്ടി. The boy enters a house hoping for food, but people didn't give him any food. ഒരു പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു വീട്ടിലിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്ന പോലെ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള കേക്ക്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കുഞ്ഞ് കാണുകയും ആ വീട്ടിലേക്ക് കയറി ചെല്ലും. പക്ഷേ അവർ നല്ല ഹൈ ക്ലാസ് ആൾക്കാരാണ്. ഈ കുട്ടിയുടെ കീറിപ്പറഞ്ഞ ഡ്രസ്സൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പെട്ടെന്ന് വലിച്ച് ഈ കൊച്ചിനെ ഡോറിൻ്റെ പുറത്താക്കി ഡോർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ലേഡി ഒരു കോയിൻ കയ്യിൽ കൊടുക്കും. നമ്മളിങ്ങനെ ഭിക്ഷക്കാർക്ക് കൊടുക്കത്തില്ലേ, അതുപോലെ ഒരു കോയിൻ കയ്യിൽ കൊടുക്കും. പക്ഷേ ആ ഒരു ഫ്രോസൺ, അത്രയ്ക്കും ആ ഒരു കോൾഡ് കാരണം ആ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു കോയിൻ പോലും നേരെ ആ ഒരു ഫ്രോസൺ ഫിംഗേഴ്സിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. Then he continued wandering in the freezy cold, feeling rejected and terrified. And he became fascinated by dolls displayed in a shop window because they seemed alive to him. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു ക്രൂവലായിട്ടുള്ള ബോയ് വന്ന് ഈ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവൻ്റെ ക്യാപ്പൊക്കെ സ്റ്റീൽ ചെയ്ത് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനത്തെ കുട്ടികളും ഉണ്ടല്ലേ, നമുക്ക് കാണാനായിട്ട് പറ്റും. ദ ഫ്രൈറ്റൻഡ് ചൈൽഡ് ഹൈഡ്സ് ബിഹൈൻഡ് എ സ്റ്റാക്ക് ഓഫ് ഫുഡ് ഇൻ എ കോർട്ട്യാർഡ്. അങ്ങനെ അതൊക്കെ കണ്ട് ഭയന്ന് ആ കുഞ്ഞൊരു കോർട്ട്യാർഡിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കും.
Exhausted and freezy, he slowly falls asleep. അങ്ങനെ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? മയങ്ങിപ്പോവും. സഡൻലി ഹി എക്സ്പീരിയൻസ് എ ബ്യൂട്ടിഫുൾ വിഷൻ. അങ്ങനെ ഒരു ഡ്രീം കാണുകയാണ് ആ കുഞ്ഞ് ആ ഉറക്കത്തിൽ. എ ഹെവൻലി ക്രിസ്മസ് ട്രീ ഫിൽഡ് വിത്ത് ലൈറ്റ്, ജോയ്ഫുൾ ചിൽഡ്രൻ, വാംത്ത് ആൻഡ് ഹാപ്പിനെസ്. വലിയൊരു ക്രിസ്മസ് ട്രീ. ഇറ്റ്സ് ഫിൽഡ് വിത്ത് ലൈറ്റ്, ജോയ്ഫുൾ ചിൽഡ്രൻ, സ്മൈലിംഗ്, വാംത്ത്, ഹാപ്പിനെസ്. ഇതൊക്കെ ഇങ്ങനെ ആ ഒരു വിഷനിൽ കാണുവാണ്. The children around him all are poor, who had died from hunger, cold, neglect or suffering. അപ്പോൾ ആ ഒരു വിഷനിൽ ചുറ്റും കണ്ട കുഞ്ഞുങ്ങളൊക്കെ വളരെ പാവപ്പെട്ട കുട്ടികളായിരുന്നു. അവരൊക്കെ ഹങ്കർ, കോൾഡ്, നെഗ്ലക്റ്റ്, സഫറിങ് ഒക്കെ കാരണം മരണമടഞ്ഞ കുഞ്ഞുങ്ങളെയാണ് ആ ഒരു വിഷനിൽ ഈ കൊച്ചിൻ്റെ ചുറ്റിനും കണ്ടത്. They tell him this is Christ Christmas tree. അവരൊക്കെ പറയാണ് ആ കണ്ട ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിൻ്റെ ക്രിസ്മസ് ട്രീ ആണ്. ഫ്രം ചിൽഡ്രൻ ഹു ഹാഡ് നോ ഹാപ്പിനെസ് ഓൺ എർത്ത്. ഭൂമിയിൽ നല്ല സന്തോഷമോ നല്ലൊരു കെയറോ ഫുഡോ ഒന്നും കിട്ടിയിട്ടില്ല. അത്രയ്ക്കും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ജീസസ് ക്രൈസ്റ്റ് തന്നെ ഒരുക്കിയ ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു അത്. ദ ബോയ് സീസ് ഹിസ് മദർ ദെയർ ടു, സ്മൈലിംഗ് ലവിംഗ്ലി. അപ്പോൾ ആ ഒരു വിഷനിൽ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ഈ കുഞ്ഞ് ആരെയും കണ്ടു? കൊച്ചിൻ്റെ അമ്മയും കണ്ടു. ക്രൈസ്റ്റ് ബ്ലെസ്സസ് ഓൾ ദ ചിൽഡ്രൻ ആൻഡ് ദിയർ സോറോഫുൾ മദേഴ്സ്. അപ്പോൾ ഈ ജീസസ് ക്രൈസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ സോറോഫുൾ ആയിട്ടുള്ള മദേഴ്സിനെയൊക്കെ ബ്ലെസ് ചെയ്തു. സോ ദ വിഷൻ റെപ്രസെൻറ്റ് പീസ്, ലവ് ആൻഡ് ഫ്രീഡം ഫ്രം സഫറിങ് ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷമാണ് ആ ഒരു ഫ്രീഡം, ലവ്, പീസ് ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിരുന്നത്. ഇൻ ദ മോർണിംഗ് ദ പോട്ടർ ഫൈൻഡ്സ് എ ലിറ്റിൽ ബോയ് ഫ്രോസൺ ടു ഡെത്ത് ബിഹൈൻഡ് ദി വുഡ് പൈൽ. അപ്പോൾ ഒരു കോച്ചാൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരുന്നില്ലേ ആ ഒരു ക്രൂവൽ ബോയെ പേടിച്ച്. പക്ഷേ പിറ്റേ ദിവസം വളരെ ഫ്രീസിങ് ആയിട്ടുള്ള കോൾഡൊന്നും സഹിക്കാൻ പറ്റാതെ ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുവാണ് ഉണ്ടായത്. ഹിസ് മദർ ഈസ് ഓൾസോ ഫൗണ്ട് ഡെത്ത് ഇൻ ദ സെല്ലാർ. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയും മരിച്ചു, ഇപ്പോൾ ആ കുട്ടിയും മരിച്ചു. സോ ദ സ്റ്റോറി എൻഡ്സ് ബൈ ക്വസ്റ്റ്യനിങ് വെദർ ദ ഹെവൻലി വിഷൻ വാസ് റിയൽ ഓർ ഇമാജിൻഡ് എന്നൊരു ക്വസ്റ്റ്യനിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ദ എൻഡിങ് ഇസ് ട്രാജിക് ബിക്കോസ് ചൈൽഡ് ഡൈസ് ഫ്രം കോൾഡ് ആൻഡ് ഹങ്കർ. At the same time, it is spiritual and hopeful because the boy finds peace and love in heaven after a life of suffering. പക്ഷേ ഹെവനിൽ പോയപ്പോൾ കുഞ്ഞിന് പീസ്, ലവ്, ഹാപ്പിനെസ് ഒക്കെ കിട്ടി. പക്ഷെ മുന്നെയോ ഡൈഡ് ഫ്രം കോൾഡ് ആൻഡ് ഹങ്കർ, റൈറ്റ്? So the themes of this short story are poverty and injustice, Christian redemption, neglect of poor children, suffering during childhood, innocence of children. Symbolisms are Christian tree, cold and darkness, heavenly tree of Christ, shop windows. This is all about this story. Thanks for hearing.